കണ്ണൂർ രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു പകലാണിന്ന് കടന്നുപോയത്. കണ്ണൂർ സീറ്റിൽ നിന്ന് കെ സുധാകരനെ മാറ്റിയെന്ന വാർത്തയിൽ തുടങ്ങിയ അങ്കലാപ്പ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധത്തിനാണ് വഴിയൊരുക്കിയത്. ഒടുവിൽ പാർട്ടിക്ക് വഴങ്ങാൻ തീരുമാനിച്ചെന്ന് കെ സുധാകരൻ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചതോടെയാണ് നാടകീയ രംഗങ്ങൾക്ക് അന്ത്യമായത്. രാവിലെ കണ്ണൂർ ഉണർന്നത് കെ സുധാകരൻ ഇത്തവണ മത്സരരംഗത്തുണ്ടാകില്ലെന്ന അപ്രതീക്ഷിത വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. പകരം കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ ടി.ഒ. മോഹനന്റെ പേര് ഉയർന്നു വന്നതോടെ സുധാകരൻ ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കണ്ണൂരിൽ ഞാനെന്നുള്ളതല്ല, ആരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പറ്റിയ രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. ആ അന്തരീക്ഷം നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. എല്ലാ കാലത്തും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തെയോ പ്രചരണത്തെയോ ബാധിച്ചിട്ടില്ല. ഔദ്യോഗിക സ്ഥിരീകരണമില്ലെങ്കിലും വാർത്ത പടർന്നതോടെ DCC ഓഫീസിലേക്ക് പ്രവർത്തകർ ഒഴുകിയെത്തി. പ്രിയ നേതാവിനെ മാറ്റുന്നതിനെതിരെ മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധം കടുപ്പിച്ചു. മൂപ്പർക്കൊരു വാക്യമുള്ളൂ, നമുക്ക് ഒരൊറ്റ നേതാവേ ഉള്ളൂ കണ്ണൂർ, കെ സുധാകരൻ. കെ സുധാകരൻ അല്ലാണ്ട് വേറൊരു നേതാവും ഇവിടെ നമ്മൾ വിടൂല. ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ റഷീദിന അഴിമതിക്കാരനായ ടി.ഒ. മോഹനെ പിടിച്ചിട്ട് കണ്ണൂർ DCC ഇതാക്കിയിട്ട് സ്ഥാനാർത്ഥിയാക്കുന്ന അണികളായി നമ്മൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. 11 മണിയോടെ പുറത്തിറങ്ങുമെന്ന് കരുതിയ സ്ഥാനാർത്ഥി പട്ടിക നീണ്ടുപോയത് ആകാംക്ഷ ഇരട്ടിയാക്കി. എന്നാൽ ഉച്ചയോടെ കാറ്റ് മാറി വീശി. സുധാകരൻ തന്നെ വീണ്ടും ജനവിധി തേടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതോടെ കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ആഹ്ലാദത്തിന് വഴിമാറി. ഉച്ചയ്ക്ക് DCC ഓഫീസിൽ ചേർന്ന മണ്ഡലം ബ്ലോക്ക് DCC ഭാരവാഹി യോഗത്തിൽ രൂക്ഷമായ വാക്കേറ്റമാണ് സുധാകരനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുണ്ടായത്. യോഗം തുടക്കത്തിൽ തന്നെ പിരിഞ്ഞു. യോഗം തുടങ്ങാൻ സാധിച്ചില്ല. ആളുകൾ ഈ യോഗത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു അവസ്ഥയുണ്ട്. ആരൊക്കെ എന്തുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. ഒടുവിൽ എല്ലാ ഊഹാപോഹങ്ങൾക്കും വിരാമം വിട്ട് കെ സുധാകരൻ തന്നെ രാത്രിയോടെ രംഗത്തെത്തി. പാർട്ടി തീരുമാനത്തിന് താൻ വഴങ്ങുമെന്നും പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചതോടെ ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന രാഷ്ട്രീയ നാടകങ്ങൾക്ക് തിരശീല വീണു. രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.